ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ചാണ് അല്ലേ. കേട്ടറ്റുകാർക്കും LPUBക്കാർക്കൊക്കെ മെയിനായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി എന്നത്. നമ്മൾ പഠിച്ച് ബുദ്ധി എത്തി അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധിമാനത്തെക്കുറിച്ച് ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം സ്റ്റേൺ ആണെന്ന് പറഞ്ഞു. IQ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. MA/CA/100 എന്നാണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബുദ്ധി പരീക്ഷയുടെ പിതാവ് ആൽഫ്രഡ് ബിനൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈകാരിക ബുദ്ധിയെക്കുറിച്ചാണ് കേട്ടോ. EQ. ഓക്കെ, വൈകാരിക ബുദ്ധി EQ എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡാനിയൽ ഗോൾമാൻ ആണ് ഈ ഒരു ബുദ്ധി മുന്നോട്ട് വെച്ചത്. ഓക്കെ, വൈകാരിക ബുദ്ധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് വൈകാരിക ബുദ്ധി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. എന്താണ് വൈകാരിക ബുദ്ധി? ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. എന്താണ് വൈകാരിക ബുദ്ധി? ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ഈ ഒരു തിരിച്ചറിവ് എന്തിനു ഉപയോഗപ്പെടുത്തുന്നു? വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അല്ലേ. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു തിരിച്ചറിവ് ഉപയോഗപ്പെടുത്തുന്നതിനുമുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കുന്നതിനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. ഓക്കെ, വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായിട്ട് നിയന്ത്രിക്കുന്നതിനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി കേട്ടോ. അടുത്തത് പീറ്റർ സലോവ, ജോൺ മേയർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ ആരൊക്കെയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്? പീറ്റർ സലോവയും ജോൺ മേയറും കേട്ടോ. പീറ്റർ സലോവയും ജോൺ മേയറും കൂടിയിട്ടാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ വൈകാരിക ബുദ്ധി എന്ന ആശയം പ്രചരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. വൈകാരിക ബുദ്ധി എന്ന ആശയം പ്രചരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് പീറ്റർ സലോവയും ജോൺ മേയറുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. മുന്നോട്ട് വെച്ചതും അതുപോലെ തന്നെ പ്രചരിപ്പിച്ചതും വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. അടുത്തത് അമിതമായ മാനസിക സമ്മർദ്ദ ഉത്കണ്ഠ ഉണ്ടാവുന്ന അവസരങ്ങളിൽ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതലുള്ളവരാണ് ആര്? വൈകാരിക ബുദ്ധിയുള്ളവർ കേട്ടോ. അപ്പോൾ വൈകാരിക ബുദ്ധിയുള്ളവരുടെ കഴിവ് എന്താണ്? അമിതമായ മാനസിക സമ്മർദ്ദങ്ങളോ ഉത്കണ്ഠയൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ മനസ്സ് ശാന്തമാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവുള്ളവരാണ് വൈകാരിക ബുദ്ധിയുള്ളവർ. ഓക്കെ, ഇനി അടുത്തത് ഡാനിയൽ ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാനിയൽ ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നോക്കാൻ പോകുന്നത്. സ്വബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ നൈപുണികൾ. ഏതൊക്കെയാണ് വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ? ആരുടെ? ഡാനിയൽ ഗോൾമാൻ്റെ കേട്ടോ. സ്വബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ നൈപുണികൾ. അപ്പോൾ ഇത് എല്ലാം ഈ 5 എണ്ണം ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. പേരിൽ തന്നെ ഉണ്ടല്ലേ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്വബോധം, സെൽഫ് അവെയർനെസ്. എന്താണ് സ്വബോധം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള കഴിവാണ് സെൽഫ് അവെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള കഴിവാണ്. അതുപോലെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് ഇവർക്കുണ്ടാവും. ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് ഇവർക്കുണ്ടാവും. വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം സെൽഫ് അവെയർനെസ് ഉള്ളവർക്ക് ഉണ്ടാവും. വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം ഇവർക്കുണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? സ്വന്തം വികാരങ്ങളെയും അവയുടെ അനന്തരഫലങ്ങളും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിവുണ്ടാവും. വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം സെൽഫ് അവെയർനെസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്വബോധമുള്ള ആൾക്കാർക്ക് ഉണ്ടാകും. അടുത്തത് ആത്മനിയന്ത്രണം. എന്താണ് ആത്മനിയന്ത്രണം? അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് ആത്മനിയന്ത്രണം. എന്താണ്? അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് ആത്മനിയന്ത്രണം അല്ലേ, സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആത്മപ്രചോദനം, മോട്ടിവേഷൻ. ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള വ്യക്തിയുടെ കഴിവാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആത്മചോദനം അല്ലേ. പ്രചോദനം അല്ലെങ്കിൽ ചോദനം, ആത്മചോദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള വ്യക്തിയുടെ കഴിവാണ് ആത്മചോദനം അല്ലെങ്കിൽ
മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എംപതി, അനുതാപം. എന്താണ് എംപതി അല്ലേ, അല്ലെങ്കിൽ അനുതാപം എന്താണ്? മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കഴിവാണ് എംപതി അല്ലെങ്കിൽ അനുതാപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള കഴിവാണ് എംപതി അല്ലെങ്കിൽ അനുതാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സാമൂഹ്യ നൈപുണി. എന്താണ്? സോഷ്യൽ സ്കില്ല് അല്ലേ, സോഷ്യൽ സ്കിൽസ്. സാമൂഹ്യ നൈപുണികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കാനും നയിക്കാനും കഴിയുക, സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തുക, പൊതുലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, ലക്ഷ്യം കൈവരിക്കുക. ഇതാണ് സാമൂഹ്യ നൈപുണികൾ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കാനും നയിക്കാനും കഴിയുക, അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തുക, പൊതുലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, ലക്ഷ്യം കൈവരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡാനിയൽ ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഈ 5 പറഞ്ഞല്ലോ. ഈ 5 ഏതൊക്കെയാണ്? സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ നൈപുണികൾ അല്ലേ. എന്തൊക്കെയാണ്? സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കില്ല് അല്ലേ. ഇതിനെ 2ആയി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയൊക്കെയാണ്? വ്യക്തിപരമായ പ്രാപ്തികളെന്നും സാമൂഹ്യ പ്രാപ്തികളെന്നും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട് കേട്ടോ. ഏതിനെ? നമ്മുടെ ഡാനിയൽ ഗോൾമാൻ്റെ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഈ 5 2ആയി തരംതിരിക്കുന്നുണ്ട്. വ്യക്തിപരമായ പ്രാപ്തികളെന്നും സാമൂഹ്യ പ്രാപ്തികളെന്നും. അപ്പോൾ വ്യക്തിപരമായ പ്രാപ്തികളിൽ വരുന്നതാണ് സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം. ഏതൊക്കെയാണ്? സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ അല്ലേ. ഇതൊക്കെ വ്യക്തിപരമായ പ്രാപ്തികളിൽ വരുന്നതാണ്. അടുത്തത് സാമൂഹ്യ പ്രാപ്തി. ഇതിൽ വരുന്നതാണ് അനുതാപം, എംപതി, പിന്നെന്താണ്? സാമൂഹ്യ നൈപുണികൾ, അതായത് സോഷ്യൽ സ്കിൽസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കണം കേട്ടോ. അടുത്തത് EQ, വൈകാരിക മാപനം. എന്താണ് വൈകാരിക മാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? IQ ആയി താരതമ്യം ചെയ്യുമ്പോൾ EQ, അതായത് വൈകാരിക മാപനം അല്ലേ, ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനം എന്ന് പറഞ്ഞത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ് അല്ലേ. അതായത് IQ-നേക്കാളും EQ ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത്. EQ ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനം എന്ന് പറഞ്ഞത് ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. IQ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ EQ ആണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞത് ഡാനിയൽ ഗോൾമാൻ ആണ്. അതുപോലെ വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. IQ ഉയർന്ന വ്യക്തിക്ക് വൈകാരിക ബുദ്ധി എന്തായിരിക്കും? കുറവായിരിക്കും. IQ ഉയർന്ന വ്യക്തിക്ക് വൈകാരിക ബുദ്ധി കുറവായിരിക്കും. ഓക്കെ, അടുത്തത് ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം വൈകാരിക ക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകാരിക ക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് വൈകാരിക ബുദ്ധി കൂടുതലുള്ളവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈകാരിക ബുദ്ധി EQ കൂടുതലുള്ളവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു, പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു, വികാരങ്ങളെ തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും അനായാസം സാധിക്കുന്നു. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നു, പ്രവർത്തനങ്ങൾ വിജയിക്കുന്നു, വികാരങ്ങളെ തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും അനായാസം സാധിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണല്ലോ നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. IQ, EQ ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി ബുദ്ധിയുമായി ബന്ധപ്പെട്ട PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നിങ്ങളെ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ കേട്ടോ. ആൻസർ പറയാൻ പറ്റുന്നുണ്ടോയെന്ന് ശ്രമിച്ച് നോക്കൂ. ഓക്കെ, ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറഞ്ഞു പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുന്നതോടൊപ്പം നിങ്ങൾ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ആൻസർ പറയാൻ പറ്റുന്നുണ്ടോയെന്ന് ശ്രമിക്കുക. അറിയാത്തതാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അറിയാത്തതാണെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 7ാം ക്ലാസ്സിലെ ലീഡറായ വിദ്യ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ്? എന്തോ ഒരു ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടി ഇത്തരം കഴിവുകളൊക്കെ കാണിക്കുന്നത്. ഏത് ബുദ്ധിയാണ്? ഓർമ്മ വരുന്നുണ്ടോ? അനുതാപം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. വൈകാരിക ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലേ. വിദ്യ ഒരു വൈകാരിക ബുദ്ധി ഉള്ള കുട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുടെയാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കൃതിയുടെ കർത്താവ് ഡാനിയൽ ഗോൾമാൻ ആണ് അല്ലേ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് കേട്ടാൽ
ഉടനെ നമ്മൾ ഓർക്കണം ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കൃതി എഴുതിയത് അല്ലെങ്കിൽ പുറത്ത് വന്നത് 1995 പുറത്തിറക്കിയത് കേട്ടോ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ഡാനിയൽ ഗോൾമാൻ്റെ ഈ ഒരു കൃതി 1995 പുറത്തിറക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. വൈകാരിക മാപനം അല്ലെങ്കിൽ വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ IQ ബുദ്ധിയെപ്പറ്റി, IQ നമ്മളിപ്പോൾ പഠിച്ചത് EQ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ IQയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ IQ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ആരാണ്? തേഴ്സ്റ്റൺ ആണോ, വാട്സൺ ആണോ, സ്കിന്നർ ആണോ, ആൽഫ്രഡ് ബിനൈറ്റ് ആണോ? യെസ്, ആൻസർ ഡി, ആൽഫ്രഡ് ബിനൈറ്റ് ആണ് IQ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചത് കേട്ടോ. EQ ആണെങ്കിൽ അത് ഡാനിയൽ ഗോൾമാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ബുദ്ധിമാപനത്തിന് ഓപ്ഷൻസ് ഉണ്ട്. WAIS, ഓപ്ഷൻ ബി CAT, ഓപ്ഷൻ സി MMPI, ഓപ്ഷൻ ഡി TAT. ഓക്കെ, അപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ്. നമ്മൾ പഠിച്ചതാണ്. ഈ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷനെ കുറിച്ച് മാത്രം നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി 3 ഓപ്ഷനെ കുറിച്ചും കേട്ടിട്ട് പോലുമില്ല, ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. അതിനി പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഈ 3 ഓപ്ഷനെ കുറിച്ചും പഠിച്ചിട്ടില്ല. അപ്പോൾ ആൻസർ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ WAIS ആണ് കേട്ടോ. വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിലാണ്. ബാക്കി 3 പ്രകടന പരീക്ഷകളാണ് കേട്ടോ. ആ 3 നമ്മൾ എത്തും. നമ്മൾ പഠിക്കും, പ്രകടന പരീക്ഷകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ബുദ്ധിമാപനമാണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം ഡാഷ്. എന്താണ് ആൻസർ വരിക? കൂടുമോ, കുറയുമോ, അത് മാറ്റം സംഭവിക്കാതിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞതാണ്. കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ്, മെൻ്റൽ ഏജിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം കുറയുന്നു. ആൻസർ കുറയുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. PYQ ആണ്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആൽഫ്രഡ് ബിനൈറ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ഓർത്ത് വെച്ചോളൂ, പഠിച്ചോളൂ. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആൽഫ്രഡ് ബിനൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് ഏതാ? ഈ 4 ഓപ്ഷൻസിൽ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. ഏതാണ് ആൻസർ വരിക? പ്രഭാഷണം, അത് ഭാഷാപരമായ ബുദ്ധിക്ക് ആവശ്യമുള്ളതാണ്. സെമിനാർ, അതും ആവശ്യമുള്ളതാണ്. അഭിമുഖം, അതും ആവശ്യമുള്ളതാണ്. എന്നാൽ ഗ്രാഫുകൾ അത് ആവശ്യമുണ്ടോ? ഇല്ല. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് ഗ്രാഫുകളാണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഗ്രാഫാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മുന്നത്തെ ക്ലാസ്സിലാണ് തോന്നുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ബഹുമുഖ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ചത് ആരാണ്? ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹൊവാർഡ് ഗാർഡ്നർ ആണ് കേട്ടോ. ഹൊവാർഡ് ഗാർഡ്നർ ആണ് ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? സ്വന്തം ശക്തിയാണ്. സ്വന്തം ശക്തി ദൗർബല്യങ്ങളാണ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? അത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ് കേട്ടോ. ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? വീഡിയോ പോസ് ചെയ്തിട്ട് ഓപ്ഷൻസ് വായിച്ചോളൂ കേട്ടോ. ഞാൻ ആൻസർ പറയാൻ പോവാണേ. ആൻസർ ബി, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അത് വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷതയാണ്. സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ. മറ്റുള്ളവരുടെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കുകയും കൂടി ചെയ്യുന്ന ആൾക്കാരാണ് വൈകാരിക ബുദ്ധിയുള്ളവർ. അങ്ങനെയാണെങ്കിൽ വൈകാരിക ബുദ്ധിയുള്ളവരുടെ സവിശേഷതകൾ ബാക്കി 3 പെടില്ലേ? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, അത് വൈകാരിക ബുദ്ധിയുള്ളവരുടെ സവിശേഷതയാണ്. അതുപോലെ മറ്റുള്ളവരുമായ ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ഇതും വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾ
വ്യക്തികളുടെ സവിശേഷതയാണ്. അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു, ഇതും എന്താണ്? വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയുടെ സവിശേഷതയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി ആണ് കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ഹവാർഡ് ഗാർഡനറിൻ്റെ നമ്മൾ 9 ബുദ്ധി സിദ്ധാന്തങ്ങൾ പഠിച്ചിരുന്നു. ശാരീരിക ചലനപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, അങ്ങനെ കുറേ പഠിച്ചല്ലോ. ഈ ഓപ്ഷൻസ് വായിച്ചിട്ട് ഹവാർഡ് ഗാർഡനറുടെ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നൊന്ന് കണ്ടുപിടിച്ചേ. പഠിച്ചതാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയും. ആൻസർ ഓപ്ഷൻ എ, ശാരീരിക ചലനപരമായ ബുദ്ധി അല്ലേ? ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് ഹവാർഡ് ഗാർഡനർ മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തം. ബാക്കി 3 വേറെയാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് ബഹുമുഖ ബുദ്ധിയാണ്? ഏത് ബുദ്ധിയായിരിക്കും? യെസ്, ആൻസർ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ് കേട്ടോ. ആർക്കിടെക്റ്റിനും അതുപോലെ തന്നെ നാവികനൊക്കെയുള്ള ബുദ്ധി ഏതാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ പറഞ്ഞോളൂ. ഞാൻ ആൻസർ പറയാൻ പോവുകയാണ്. ഓപ്ഷൻ എ, തന്നെക്കുറിച്ചുള്ള ബോധം. ഇത് വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടുന്നത് ഏതൊക്കെയാണ്? മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയുടെ ഏത് ഘടകത്തിൽ പരിപോഷിപ്പിക്കുന്നതാണ്? ഏതാണ് തരംതിരിക്കൽ? ബഹുമുഖ ബുദ്ധിയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശാരീരിക ചലനപരമായ ബുദ്ധി, അതുപോലെ തന്നെ ഗണിതപരവും യുക്തിപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ഇതിലൊക്കെ പെടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇതിൽ തരംതിരിക്കൽ എന്ന പ്രവർത്തനം ഏത് ബഹുമുഖ ബുദ്ധിയിലാണ് പെടുന്നത്? കിട്ടിയോ? ആൻസർ ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധിയിലാണ് തരംതിരിക്കൽ പെടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഹവാർഡ് ഗാർഡനർ ആണ് അല്ലേ? അതിലൊരു ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PYQ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്